കർണാടക മുഖ്യമന്ത്രിയായി DK ശിവകുമാർ ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. ലോക്ഭവനിലെത്തി DK ശിവകുമാർ ഗവർണറെ കാണുകയാണ്. വൈകിട്ട് ചേരുന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം ചേരാനിരിക്കെയാണ് കൂടിക്കാഴ്ച. സിദ്ധരാമയ്യയുടെ മകൻ യതീന്ദ്ര ഉപമുഖ്യമന്ത്രിയാകുമെന്നാണ് റിപ്പോർട്ട്. അതേസമയം മുഖ്യമന്ത്രി മാറ്റത്തിന് പിന്നാലെ വരുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ആശങ്കയുണ്ട്. സിദ്ധരാമയ്യ പക്ഷത്തെ MLA-മാർ വോട്ട് മറിക്കുമോ എന്നാണ് ആശങ്ക. സമ്പൂർണ്ണ മന്ത്രിസഭാ പുനഃസംഘടന രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മതി എന്ന നിലപാടിലാണ് നേതൃത്വം. നോബിൾ മാരിക്കാരനും PR സുനിലുമാണ് വിവരങ്ങളുമായുള്ളത്. ആദ്യം നോബിളിലേക്കാണ്. നോബിൾ, DK ലോക്ഭവനിൽ എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ ബുധനാഴ്ചയെന്ന് ഉറപ്പിക്കാനായോ? നിയമസഭാ കക്ഷി യോഗം ഇന്ന് ചേരുന്നുണ്ട്. ഇപ്പോൾ ഇരുകൂട്ടരുമായി ചർച്ച നടത്തിയിട്ടാണ് DK ശിവകുമാറിലേക്ക് ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം എത്തിയത്. പക്ഷേ പൂർണ്ണ മനസ്സോടെയല്ല സിദ്ധരാമയ്യ ഇത് വിട്ടു നൽകിയത് എന്ന് വേണ്ട മനസ്സിലാക്കാൻ. അങ്ങനെയാണെങ്കിൽ അതിന്റെ തുടർ ചലനങ്ങൾ പ്രതീക്ഷിക്കാം കർണാടക കോൺഗ്രസിൽ, അല്ലേ? സ്മൃതി, ഇപ്പോൾ DK ശിവകുമാർ ലോക്ഭവനിലെത്തി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. സാധാരണഗതിയിൽ നിയമസഭാ കക്ഷിയോഗം ചേർന്ന് നിയമസഭാ കക്ഷി നയം തെരഞ്ഞെടുത്ത ശേഷമാണ് ലോക്ഭവനിലെത്തി ഗവർണറെ കാണാനുള്ളത്. ഇപ്പോൾ അദ്ദേഹം നേരത്തെ എത്തി കണ്ടിരിക്കുന്നു. എന്താണെങ്കിലും ആ കൂടിക്കാഴ്ചയിൽ ഒരുപക്ഷെ സത്യപ്രതിജ്ഞ തീയതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാകും എന്നാണ് നമുക്ക് വിവരം ഉള്ളത്. ബുധനാഴ്ച ജൂൺ 3 സത്യപ്രതിജ്ഞ നടക്കും എന്നാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ തന്നെ സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് ഒഴിഞ്ഞു കൊടുത്തെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഇപ്പോഴും ശക്തമായി തുടരുകയാണ്. കാരണം മനസ്സില്ലാ മനസ്സോടെയാണ് അദ്ദേഹം ആ പദവി ഒഴിഞ്ഞു നൽകേണ്ട സാഹചര്യം ഉണ്ടായത്. ഹൈക്കമാൻഡ് വലിയ തരത്തിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. അതിന് പിന്നാലെ വിശ്വസ്തരെ അടക്കം മന്ത്രിസഭയിലേക്കും മറ്റ് പദവികളിലേക്ക് എത്തിക്കാനുള്ള നീക്കത്തിലാണ് സിദ്ധരാമയ്യ ഇപ്പോഴും ഉള്ളത്. അതിനിടയിലാണ് ഇപ്പോൾ ഈ ജൂൺ 18 രാജ്യസഭാ തെരഞ്ഞെടുപ്പ് കൂടി വരുന്നത്. പശ്ചാത്തലമുണ്ട്. പ്രത്യേകിച്ച് ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന നിലവിൽ കർണാടകയിൽ കോൺഗ്രസ് മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള ആളുകൾ ഒഴിഞ്ഞ സീറ്റുകളിലേക്കാണ്. മൊത്തം 4 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. അതിൽ 3 വിജയിക്കാൻ നിലവിൽ കോൺഗ്രസിന് കഴിയും. പക്ഷേ അപ്പോഴും സിദ്ധരാമയ്യക്കാണ് നിലവിലത്തെ നിയമസഭയിൽ ഏറ്റവും അധികം MLA-മാരുടെ പിന്തുണ. 134 അംഗ കോൺഗ്രസ് MLA-മാരിൽ 109 പേരുടെയും പിന്തുണ സിദ്ധരാമയ്യക്കുണ്ട്. നേരത്തെ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒരു അധികാര വടംവലി നടന്ന സംസ്ഥാനമായിരുന്നു ഹിമാചൽ പ്രദേശ്. അവിടെ പ്രതിഭാ സിംഗും അതോടൊപ്പം സുഖീന്ദർ സിംഗ് സുഖുവും തമ്മിലുണ്ടായ തർക്കത്തിന് ഒടുവിലാണ് മനു അഭിഷേക് സിംഗ് അവിടെ പോയി രാജ്യസഭയിലേക്ക് മത്സരിക്കുകയും കോൺഗ്രസുകാർ എതിർത്ത് വോട്ട് ചെയ്ത് BJP സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്ന ചെയ്ത സാഹചര്യം ഉണ്ടായത്. ഏറെക്കുറെ സമാനമായൊരു സാഹചര്യമാണ് ഇപ്പോൾ കർണാടകയിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. കാരണം സിദ്ധരാമയ്യ പക്ഷത്തെ MLA-മാർ കടുത്ത അതൃപ്തിയിലാണ് ഉള്ളത്. കാരണം അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനം, അതായത് 109 MLA-മാരുടെ പിന്തുണ ഉണ്ടായിട്ടും മുഖ്യമന്ത്രി സ്ഥാനത്ത് സിദ്ധരാമയ്യെ മാറ്റേണ്ടി വന്നതിലും കടുത്ത അതൃപ്തിയിലാണ് അവിടുത്തെ MLA-മാർ ഉള്ളത്. സ്വാഭാവികമായും ഇപ്പോൾ മന്ത്രിസഭാ പുനഃസംഘടന അടക്കം ഉടനെ നടത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ വരുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് കോൺഗ്രസ് കണക്കൂടുന്നത്. ആ അടിസ്ഥാനത്തിലാണ് എന്താണെങ്കിലും മന്ത്രിസഭാ പുനഃസംഘടന അടക്കം ഈ പറഞ്ഞ രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടത്താനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. ഇന്നിപ്പോൾ വൈകിട്ടാണ് നിയമസഭാ കക്ഷിയോഗം ചേരുക. അതിലായിരിക്കും DK ശിവകുമാറിനെ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കുന്നത്. സ്മൃതി, ശരി. ഇപ്പിയാസിലേക്ക് കൂടി സുനിലിപ്പോൾ അധികാരമുള്ള ചുരുക്കം സംസ്ഥാനങ്ങളെയുള്ളൂ. അതിൽ തന്നെ ഇപ്പോൾ കർണാടകയിൽ പാർട്ടിക്കകത്തെ പടനീക്കം അത് എന്താണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ DK ശിവകുമാറിന് പകുതി കാലയളവിൽ മുഖ്യമന്ത്രി സ്ഥാനം എന്നുള്ളത് അത് നീട്ടി പോവുകയായിരുന്നു. ഒടുവിൽ അത് സമ്മതിക്കേണ്ടി വന്നു. പക്ഷേ പകരം സിദ്ധരാമയ്യ കൂടുതൽ ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മകന് ഉപമുഖ്യമന്ത്രി സ്ഥാനം, വിശ്വസ്തർക്ക് മറ്റു സ്ഥാനങ്ങളിൽ. ഇത് ഏത് രൂപത്തിലാണ് ദേശീയ നേതൃത്വം അത് പരിഗണിക്കുക? ഇപ്പോൾ രാജ്യസഭാ ഉപതെരഞ്ഞെടുപ്പ് അതുവരെ കാത്തു നിൽക്കണം എന്നാണോ? ഇപ്പോൾ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് വരെ കാത്തു നിൽക്കണം എന്ന ആവശ്യമാണോ ഇപ്പോൾ നേതൃത്വം മുന്നോട്ട് വയ്ക്കുക? അത് സിദ്ധരാമയ്യ പക്ഷം അംഗീകരിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? സ്മൃതി, കഴിഞ്ഞ എത്രയോ കാലമായി കർണാടകത്തിൽ തുടരുന്ന രാഷ്ട്രീയ പ്രതിസന്ധിക്ക് ഒരു സമവായമാക്കാനുള്ള ഒരു തീവ്ര ശ്രമത്തിൽ തന്നെയാണ് ഹൈക്കമാൻഡ് ഉള്ളത്. ഏതായാലും സിദ്ധരാമയ്യ വലിയ സംഘർഷമൊന്നും ഉണ്ടാക്കാതെ, വലിയ പ്രതിഷേധമൊന്നും ഉണ്ടാക്കാതെ ഇത്തവണ മാറി നിൽക്കാൻ തയ്യാറായി എന്നതാണ്. അപ്പോഴും സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഒരുപാട് ഉപാധികൾ സിദ്ധരാമയ്യ മുന്നോട്ട് വഹിച്ചിട്ടുണ്ട്. DK ശിവകുമാറിനൊപ്പം കൂടുതൽ MLA-മാർ കർണാടകത്തിൽ ഇല്ല എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 135 അംഗ കർണാടക കോൺഗ്രസ് MLA-മാരിൽ ഏതാണ്ട് 70-75 MLA-മാർ ഇപ്പോഴും സിദ്ധരാമയ്യക്കൊപ്പം ഉറച്ചു നിൽക്കുന്നവരാണ്. എങ്കിൽ പോലും കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ആവശ്യം അംഗീകരിച്ച് വലിയ തർക്കങ്ങളില്ലാതെ സിദ്ധരാമയ്യ മാറി നിൽക്കാൻ തയ്യാറായി എന്നതാണ്. രാഹുൽ ഗാന്ധി പുറത്തുവിട്ടൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയിൽ രാഹുൽ ഗാന്ധി സിദ്ധരാമയ്യയോട് ചോദിക്കുന്നുണ്ട്, പാർട്ടി ആശയങ്ങളാണോ ആശയധാരയാണോ താങ്കൾ ഏറ്റവും കൂടുതൽ അനുകൂലിക്കുന്നത്, അതോ അധികാരത്തെയാണോ എന്ന ചോദ്യത്തിന് സിദ്ധരാമയ്യ അധികാരത്തെയല്ല പാർട്ടി ആശയധാരയ്ക്കൊപ്പമാണ് താൻ നിൽക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ആ നിലയിൽ ഒരു ആശയത്തിനൊപ്പം പാർട്ടി ആശയത്തിനൊപ്പം നിൽക്കുന്നു എന്ന് സിദ്ധരാമയ്യയെ കൊണ്ട് ഹൈക്കമാൻഡ് പറയിക്കുമ്പോഴും അദ്ദേഹത്തിന് കടുത്ത അതൃപ്തിയോടെ തന്നെയാണ് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുന്നത്. അദ്ദേഹത്തിനൊപ്പമുള്ള MLA-മാരും കടുത്ത നിലപാട് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ DKയുടെ നേതൃത്വത്തിലുള്ള കർണാടക സർക്കാർ എങ്ങനെ മുന്നോട്ട് പോകും എന്ന കാര്യത്തിലൊക്കെ തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡിന് ആശങ്കയുണ്ട്. എങ്കിലും പ്രശ്നങ്ങൾ തൽക്കാലത്തേക്ക് പരിഹരിക്കാൻ കഴിഞ്ഞു എന്ന ആശ്വാസം ഹൈക്കമാൻഡിനുണ്ട്.
ശരി, പി ആർ സുനിലും ഒപ്പം തന്നെ നോബിൾ മാരിക്കാനുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സിദ്ധരാമയ്യ സ്ഥാനമൊഴിഞ്ഞ ശേഷം ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രിയായി ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുമെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്.